നമുക്കൊന്ന് എറണാകുളം പോയിട്ട് വേഗം വന്നാലാ? വേഗമല്ല, 2 ദിവസം എടുത്തിന്. അപ്പോൾ കാര്യമായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ അപ്കമിങ് ബ്രൈഡ്സിന് വേണ്ട ഓർണമെൻറ്റ്സും കോസ്മെറ്റിക് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് സൺഡേ ഒരു 2:30 2:15 ട്രെയിനിനാണ് നമ്മൾ കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയത്. അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. അപ്പം അന്ന് രാത്രി എത്തി, കുളിച്ച് ഉറങ്ങി, പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നേരെ ഉർവശിയിലേക്കാണ് പോയത്. ബ്രദറിൻ്റെ വീട്ടിലായിരുന്നു സ്റ്റേ നമ്മൾ. അപ്പോൾ രാവിലെ തന്നെ ഊബർ വിളിച്ച് ഒരു 10:30 എല്ലാം ആകുമ്പോൾ നമ്മൾ വെച്ച് പോകാമെന്ന്. കാരണം നല്ല ടൈം എടുക്കും ഈ ഒരു സംഭവം പർച്ചേസ് ചെയ്യാനും സെലക്ട് ചെയ്യാനൊക്കെ. അപ്പോൾ രാവിലെ തന്നെ പോയി ഉർവശി ഓപ്പൺ ചെയ്ത്, നല്ല വലിയ റഷൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ രാവിലെ തന്നെ പോയപ്പോൾ. പിന്നെ അങ്ങ് ജനസാഗരമായിരുന്നു. അപ്പം ഫുള്ള് കൺഫ്യൂസ്ഡ് ആയിരുന്നു. അത്രത്തോളം കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇവിടെ. ബ്രൈഡ്സിന് വേണ്ടിയിട്ടാണെങ്കിലും പിന്നെ സെൽഫ് യൂസിന് വേണ്ടിയിട്ടാണെങ്കിലും അത്യാവശ്യം നല്ല പ്രീമിയം പ്രോഡക്റ്റാണ് ഇവർ സെയിൽ ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പ്രൊമോഷനാണെന്ന് വിചാരിക്കേണ്ട. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. നല്ല പ്രോഡക്റ്റാണ്. അപ്പം കുറേ ഹിപ്പ് ചെയിൻസ്, കുറേ ജുംക്കാസ്, പിന്നെ കുട്ടിയൊക്കെയുള്ള കിഡ്സിൻ്റെ ഒരു കളക്ഷൻസ്. അപ്പം നമുക്ക് അത് കാണുമ്പം തന്നെ ഭയങ്കരമായിട്ട് ഓർഗനൈസ് ചെയ്തതും എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങാൻ തോന്നും. അത്രയും ഭംഗിയായിരുന്നു. അപ്പം ഒരുവിധം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പിന്നെ നേരെ പോയത് ലുലുവിലേക്കാണ്. ലുലുവിൽ പോയിട്ട് നൈക്ക സ്റ്റോറിൽ നിന്ന് കുറേ അത്യാവശ്യം കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ നമ്മൾ നോക്കി ടെസ്റ്റ് ചെയ്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 3:30 ആയിന്, 3:30-4 മണിയായിന്. ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി അത്യാവശ്യം നല്ല ഫുഡ് കഴിച്ച് പിന്നെ ഓക്കെ ആയിരുന്നു. പിന്നെ നേരെ നമ്മൾ ഒരു 7:30 ആകുമ്പോഴായിരുന്നു ട്രെയിന് ബാക്ക് ടു കണ്ണൂർ. അപ്പം ഈ ഒരു വീഡിയോ അപ്കമിങ് ബ്രൈഡ്സിനും ചില സമയം മേക്കപ്പ് ആർട്ടിസ്റ്റിനും യൂസ്ഫുള്ളായിരിക്കും എന്ന് വെച്ചിട്ടാണ് ഇട്ടിന്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.